ഹായ്, ഒരു ഡിസംബർ എൻഡോട് കൂടി നമ്മുടെ സ്കൂളുകളിൽ +2 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ലാബ് എക്സാം ആണല്ലോ വരുന്നത്. ഈ 4 ലാബും കൂടി എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക, എന്തൊക്കെ പഠിക്കേണ്ടത്, ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ലാബ് ചെയ്യാൻ അറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ മാത്സിൻ്റെ ഒരു ലാബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ലാബ് സീരീസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ എക്സ്പീരിമെൻറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാബ് സീരീസ്. നിങ്ങൾക്ക് വേണ്ട ഒരുവിധ എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ അതിൽ തരും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എക്സ്പീരിമെൻറ്റ്സുകൾ ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ മാത്സ് പ്രാക്ടിക്കലിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത്, മാത്സ് പ്രാക്ടിക്കൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ മാത്സ് പ്രാക്ടിക്കൽ ലാബ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരുവിധ സ്കൂളുകളിലൊക്കെ മോഡൽ എക്സാം തുടങ്ങിയിട്ടുണ്ടാവും. മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് മാനുവൽ ഉണ്ട്. ആ ലാബ് മാനുവൽ +1നും +2നും ആയിട്ടുണ്ട്. രണ്ടും കൂടി ഒന്നായിട്ട് ഒരു PDF ആയിട്ടും ഉണ്ടായേക്കാം. അപ്പോൾ ഈ ലാബ് മാനുവൽ നിങ്ങൾക്ക് 10 എണ്ണം +1ൽ നിന്നും 14 എണ്ണം +2ൽ നിന്നുമായിട്ട് ടോട്ടൽ 24 എക്സ്പെരിമെൻ്റ് ആണുള്ളത്. ഇതിൽ ലാബ് 0 ഇൻക്ലൂഡഡ് ആണ്. ലാബ് 0 എന്താണെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതൊരു ബേസിക് കൺസെപ്റ്റാണ്. ബേസിക് അതായത് നിങ്ങളുടെ ജിയോജിബ്ര ടൂൾസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ അത് ലാബ് 0 എന്നാണ് നമ്മൾ പറയുക. അത് കമ്പൽസറി ആണ്. എല്ലാ സ്കൂളുകാർക്കും എന്തായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ലാബ്. ഇതിൽ തന്നെ ഈ 10ഉം 14ഉം 24 ലാബിൽ ഒരു സ്കൂളിന് ടോട്ടൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം എന്തായാലും ചെയ്തിരിക്കേണ്ട ലാബുകളുടെ എണ്ണം 13. +1ൽ നിന്ന് 6 എണ്ണവും +2ൽ നിന്ന് 7 എണ്ണവും. ഈ 6 എണ്ണത്തിൽ എന്തായാലും ലാബ് 0യും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ 6 13 ലാബുകളാണ് നിങ്ങൾ മാത്സിൽ ഒരു വർഷം ചെയ്യേണ്ടത്. 13 ലാബുകൾ കേട്ടോ. ആൻഡ് ആ 13 എണ്ണത്തിൽ തന്നെ നിങ്ങളുടെ സ്കൂളിന് സെലക്ട് ചെയ്യാം. അതായത് എക്സാമിനർ നടത്താൻ വരുന്ന സമയത്ത് 12 ലാബ് നിങ്ങൾക്ക് സ്കൂളിന് സെലക്ട് ചെയ്യാം. അത് 5 എണ്ണം +1ൽ നിന്നും 7 എണ്ണം +2ൽ നിന്നായിരിക്കും. അപ്പോൾ ആ 12 എണ്ണം വെച്ചിട്ടായിരിക്കും എക്സാം നടത്താൻ സാധ്യത. 12 ലാബുകൾ മാത്രമേ നോർമലി എക്സാമിന് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 12 എണ്ണത്തിൽ 5 എണ്ണം +1ൽ നിന്നും 7 എണ്ണം +2ൽ നിന്നായിരിക്കും. അപ്പോൾ +1ൽ നിന്ന് ഈ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണവും +2ൽ നിന്ന് 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണവുമായിട്ട് ടോട്ടൽ 6 എണ്ണമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുക. ടോട്ടൽ 6 എണ്ണമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 12 ലാബ് നിങ്ങളുടെ സ്കൂളിൽ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉണ്ടാകും. അതിൽ 6 എണ്ണമായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി കിട്ടുക. ഈ 6 എണ്ണത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എത്ര എണ്ണം? ഔട്ട് ഓഫ് 6 നിങ്ങൾ ആ 4 എണ്ണം മാത്രം, ആ 6 എണ്ണത്തിൽ 4 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ആൻഡ് ഓരോന്നിനും നിങ്ങൾക്ക് കിട്ടുന്നത് 8 മാർക്ക് വീതം. അപ്പം 4 × 8 32 മാർക്കാണ് നിങ്ങൾക്ക് ലാബ് ചെയ്താൽ കിട്ടുക. അപ്പം നിങ്ങൾക്ക് 6 എണ്ണത്തിൽ 6 എണ്ണവും ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾ 6 എണ്ണവും ചെയ്തിട്ടുണ്ടെങ്കിലോ, 6 എണ്ണവും നിങ്ങൾ ചെയ്താൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന 4 ഏതാണോ അതാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും 4 എണ്ണത്തിൻ്റെ മാർക്ക് മാത്രമേ നിങ്ങളിത് കൺസിഡർ ചെയ്യൂ. അപ്പോൾ 4 × 8 32. ടോട്ടൽ വി ഹാവ് 32 മാർക്സ് ഫ്രം ലാബ്. അപ്പോൾ ലാബിൽ നിന്ന് 32 മാർക്ക് കിട്ടിയാൽ ബാക്കി 40ലേക്കുള്ള 8 മാർക്ക് എങ്ങനെയാണ്? 4 മാർക്ക് നിങ്ങളുടെ വൈവയാണ്, 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡിനുമാണ്. റെക്കോർഡ് അത്യാവശ്യം ഭംഗിയിലും വൃത്തിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 4 മാർക്ക് എന്തായാലും കിട്ടും. ആൻഡ് ഈ വൈവയുടെ കാര്യമാണ് എല്ലാവർക്കും പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടാകും. വൈവ എന്ത് ചെയ്യും? 4 മാർക്കല്ലേ വൈവക്കുള്ളത്, അതിന് ഇത്ര മാത്രം ടെൻഷൻ അടിക്കാനുണ്ടോ? നോ, നെവർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സുകളിൽ വരുന്ന പ്രധാനമായിട്ടും നിങ്ങൾ ജിയോജിബ്രയിൽ കൊടുത്ത ജിയോജിബ്രയിൽ നിങ്ങൾ കൊടുത്ത ഇൻപുട്സ്, നിങ്ങൾക്ക് കിട്ടിയത് ഔട്ട്പുട്ട്സ്, ആൻഡ് അതേപോലെ നിങ്ങൾ കൊടുത്ത ഫങ്ഷൻസ്, അതിൻ്റെ പേരുകൾ, പിന്നെ അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളുണ്ടാവും. ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക? f'(x) > 0 ആകുമ്പോൾ ഇൻക്രീസിങ്, f'(x) < 0 ആകുമ്പോൾ ഡിക്രീസിങ്. അങ്ങനത്തെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് തിയറി കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ലാബിൻ്റെ ചെറിയ തിയറി കാര്യങ്ങൾ, അതാണ് നിങ്ങളോട് വൈവയിൽ ചോദിക്കുക. അത് നിങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടി അങ്ങനത്തെ ആ ഒരു ഭയങ്കര ഹാർഡ് ലെവലുള്ളതൊന്നും ആയിരിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മാത്സിൽ നിങ്ങൾക്ക് 40ൽ 40 മാർക്കും ലാബ് സ്കോർ ചെയ്യാം. ഈ ഒരു ലാബ് മാനുവലും ലിസ്റ്റ് ഓഫ് ലാബ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. +1ലുള്ള 10 ലാബുകൾ ഇതാണ്. ലാബ് 0 എല്ലാവർക്കും കമ്പൽസറി ആയിട്ടുള്ള ലാബ്. ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷന്, ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ലാബ് 4 ഡൊമൈൻ ആൻഡ് റേഞ്ച്, 4ാമത്തത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, 5 കോണിക് സെക്ഷൻ, 7 സർക്കിൾസ് ആൻഡ് പാരബോള, 8 എലിപ്സ് ഹൈപ്പർബോള, 9 ബേസിക്സ് ഓഫ് 3D, ലാബ് 13, അതായത് 10ാമത്തെ ലാബാണ്, ലാബ് 13 എന്നാണത്. അപ്പോൾ ലാബ് 13 ലിമിറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യത്തെ +1ലെ 10 ലാബുകളുള്ളത്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു 12 എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. +2ൽ വരുന്നത് പ്രധാനമായിട്ട് ഫംഗ്ഷൻസ്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്,
കണ്ടിന്യൂറ്റി വരുന്നുണ്ട്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, മാക്സിമ ആൻഡ് മിനിമ, വിഷ്വലൈസേഷൻ ഓഫ് പ്രോബ്ലം. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ 2, ലൈൻ ഇൻ സ്പേസ്, LPP, പ്രോബബിലിറ്റി. ഇങ്ങനെ 14 എണ്ണം ഉണ്ടാവുക. അപ്പോൾ ഈ ടോട്ടൽ 24 നിങ്ങൾ പഠിച്ചത് ഒരു 12-13 എണ്ണം ഉണ്ടാവും. ആ 12-13 എണ്ണം മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ലാബ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തു തരാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ വീഡിയോസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ലാബിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ആ വീഡിയോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കുക. മോഡൽ എക്സാം ഒക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണം. സ്കൂളിൽ പോയിട്ട് ലാബ് ചെയ്തു നോക്കാം. ആൻഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉബുണ്ടു സോഫ്റ്റ്വെയറിലാണ് ജിയോജിബ്ര കറക്റ്റായിട്ട് കിട്ടുക. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാബ് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇനി അല്ലാതെയും നിങ്ങൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോജിബ്ര കിട്ടും. പക്ഷേ അതിൻ്റെ ഇൻ്റർഫേസിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ലാബിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇനി ഒരു ചാനലിൽ ലാബിൻ്റെ വീഡിയോസ് വരും എന്നെല്ലാവരെയും ഒന്ന് അറിയിക്കാം. സോ ബൈ.